തീർച്ചയായും അജിംഷാ, അതിനൊക്കെ മുമ്പായി നമ്മൾ എടുത്തു കാണിക്കേണ്ട, അതായത് മറ്റു മാധ്യമങ്ങളൊന്നും എടുത്തു കാണിക്കാത്ത ഒരു കാര്യം നമ്മളിപ്പോൾ പറയുകയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ രാവും പകലുമില്ലാതെ തന്നെ ഉറക്കമൊഴിച്ച് ഈ പഴയ കാഷ്വാലിറ്റി പുനരുജ്ജീവിക്കാൻ വേണ്ടി ഇവിടെ ഓടി നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിലെ ചെറുപ്പക്കാരാണ്. മറ്റു പല ചാനലുകൾ ആ സാധനം കൂടി മറ്റ് ചാനലുകളൊക്കെ പൂർണ്ണമായും തമസ്കരിച്ച ഒരു കാര്യമാണിത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയേണ്ടത്, ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്നലെ ഈ അപകടമുണ്ടായപ്പോൾ വളരെ പാഞ്ഞ് എത്തുകയും വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സഹായിക്കാൻ നിങ്ങൾ മുൻകൈയിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിവിടെ ചെയ്തത്? ഇന്നലെ മുതൽ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ ഇപ്പോൾ പുതിയ കേഷ്വാലിറ്റിയിൽ ഇന്നലെ അപകടം ഉണ്ടായതിനു ശേഷം താൽക്കാലികമായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന കേഷ്വാലിറ്റിയിലേക്ക് വേണ്ട സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം, അതിന് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരുടെ സേവനം ആവശ്യമാണ് എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ ഡിവൈഎഫ്ഐയുടെ 100ഓളം വരുന്ന വളണ്ടിയർമാർ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുകയാണ്. ഇപ്പം ആശുപത്രി ഉപകരണങ്ങൾ അവിടേക്ക് കയറ്റി വെക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. മറ്റ് കാര്യങ്ങൾ ഇന്നലെ ഉറക്കമില്ലാതെ നിങ്ങൾ മുഴുവൻ സമയം ഈ സമയം വരെ നിങ്ങൾ ചെയ്യുകയായിരുന്നല്ലേ? അതെ, ഇന്നലെ ഈ സംഭവം ഉണ്ടായ ആ സമയം മുതൽ ഞങ്ങളെല്ലാവരും കോഴിക്കോട് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡുകൾ മുഴുവൻ ആളുകളും ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഈ സമയം വരെ ഈ പ്രവർത്തനത്തിൽ തന്നെയാണ്. എന്തായാലും ഇന്ന് ഈ പ്രവർത്തനം അവസാനിക്കുന്നത് വരെ, ഇനി നാളെ വേണ്ടി വന്നാൽ നാളെയും ഇതിന് സന്നദ്ധരായി ഈ കോഴിക്കോട് നഗരത്തിനകത്തെ പ്രദേശത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിന് തയ്യാറാവും എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരത്തെ ഇപ്പോൾ ഇന്നലെ ഒരു അപകടം ഉണ്ടായിട്ടുള്ള ഈ കേഷ്വാലിറ്റി ഇവിടെ തുടങ്ങുന്ന ഘട്ടത്തിലും ഇതുപോലെ തന്നെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ കേഷ്വാലിറ്റി സാധനങ്ങൾ സംവിധാനം ഒരുക്കുന്നതിലും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് നല്ല നിലയിൽ ആ സാഹചര്യത്തിലും സഹായിച്ചിരുന്നു.